വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. യെസ്, നമ്മൾ എല്ലാവരും ഇതാ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. നമ്മളിതാ EVS ലാസ്റ്റ് പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് അല്ലെ, ഉറങ്ങാനും ഉടുക്കാനും എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇതാ നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഇതൊക്കെ. ഒന്ന് വീടുകളാണെങ്കിൽ മറ്റൊന്ന് എന്താണ്, ക്ലോത്ത്സ് അഥവാ നമ്മുടെ വസ്ത്രങ്ങളാണ് അല്ലെ. അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലോത്ത്സ് അല്ലെങ്കിൽ വസ്ത്രങ്ങളെ പറ്റിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ പക്ഷികൾക്കൊക്കെ എന്താണ്, തൂവലുകൾ ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തൂവലുകൾ? യെസ്, പറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ? അതല്ലെങ്കിൽ ഇതാ ഈ ജീവികളുടെ ഒക്കെ സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ് ഇതിന്റെ ഒക്കെ പ്രത്യേകത? യെസ്, അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടൊക്കെ ഇവരുടെ സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കാര്യം നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അല്ലെ. പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കാറില്ലേ. ഈ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടി മാത്രമാണോ ധരിക്കുന്നത്? ആണോ? ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ക്ലോത്ത്സിന്റെ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ ആ ഒരു പ്രാധാന്യം, ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യെസ്, നമ്മളെ തണുപ്പിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്നത് എന്താണ്, നമ്മൾ ഇടുന്ന ഡ്രസ്സുകളാണ് അല്ലെ. നമുക്കറിയാം തണുപ്പ് കാലത്തും വെയിലുള്ള സമയത്തല്ലേ, വേനൽക്കാലത്തും ഒന്നും നമ്മൾ ഒരേപോലെയുള്ള ഡ്രസ്സുകളല്ല എന്ത് ചെയ്യുന്നത്, ധരിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതാ ഭയങ്കര ചൂടാണ് അല്ലെ. അപ്പൊ ചൂടുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് കോട്ടൺ ഒക്കെയാണ് ഡ്രസ്സ്, നമ്മള് കോട്ടൺ ഡ്രസ്സുകളൊക്കെയാണ് ധരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എന്താണ്, സുഖം ഉണ്ടാവും, അതാണ് കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ നമ്മൾ എടുത്ത് പറയാറില്ലേ. യെസ്, അടുത്ത ഇതാ നിങ്ങൾ നോക്കിയേ, ആ ഇൻസെക്ട്സ് അല്ലെ, പ്രാണികളൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട് നമ്മളെ. അപ്പൊ അവിടെ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ നമ്മളെ ഈ ഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അത് മാത്രമല്ല ഡസ്റ്റ് ആൻഡ് ഡേർട്ട് അല്ലെ, അഴുക്കും പൊടിയും ഒക്കെ ശരീരത്തിലാവുന്നത് തടയാൻ വേണ്ടിയിട്ടും നമ്മള് യെസ് വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാ ഈ വസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ ഡ്രസ്സ് കിട്ടുന്നതെന്ന് നോക്കണ്ടേ. അവിടെയാണ് ഇതാ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. വൂളൻ ക്ലോത്ത്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ട് അല്ലെ. തണുപ്പ് കാലത്തൊക്കെ നമ്മൾ ഇടാറുള്ള, നമ്മൾ സ്വെറ്റേഴ്സ് ഒക്കെ വാങ്ങിക്കാറില്ലേ, അതൊക്കെ കമ്പിളിയല്ലേ. അപ്പൊ ഇത് നമ്മൾ നിർമ്മിക്കുന്നത് എവിടുന്നാന്ന് അറിയാവോ നിങ്ങൾക്ക്? എവിടുന്നാണ്? യെസ്, അത് നമ്മുടെ ചെമ്മരിയാടില്ലേടാ, ഈ ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നാണ് നമ്മുടെ കമ്പിളി വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചെടുക്കുന്നത്. യെസ്, അടുത്തതാ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ കോട്ടൺ ഡ്രസ്സുകൾ അല്ലെ, പരുത്തി വസ്ത്രങ്ങളാണ്. അപ്പൊ ഇത് ഈസിയാണ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് നിർമ്മിച്ചെടുക്കുന്നത് എവിടുന്നാണ്? യെസ്, നമുക്ക് കോട്ടൺ പ്ലാന്റ്സ് ഉണ്ട്, പരുത്തി ചെടികളുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ പരുത്തി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കോട്ടൺ ഡ്രസ്സുകൾ എന്ത് ചെയ്യുന്നത്, നെയ്തെടുക്കുന്നത്. ലാസ്റ്റ് ഇതാ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സിൽക്ക് ഡ്രസ്സുകൾ അല്ലെ, നമ്മുടെ പട്ട് വസ്ത്രങ്ങളെ പറ്റിയാണ്. പട്ട് വസ്ത്രങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് നെയ്തെടുക്കുന്നത് എവിടുന്നാണ്? പട്ട് നൂല് ഉപയോഗിച്ചിട്ടാണ് അല്ലെ, സിൽക്ക് ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പട്ടുനൂൽ പുഴുവിന്റെ, സിൽക്ക് വോമിന്റെ കൊക്കൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ ഈ കൊക്കൂൺ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പൊ പട്ടുനൂൽ പുഴു നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ, സിൽക്ക് വോം നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇത് വളരുന്നത് നമ്മുടെ മൾബറി പ്ലാന്റ്സിലാണ് കേട്ടോ. നമ്മുടെ മൾബറി ചെടിയിലാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ പട്ടുനൂൽ പുഴു വളരുന്നത്. അപ്പൊ അതിന്റെ കൊക്കൂണിൽ നിന്നാണ് നമ്മുടെ സിൽക്ക് ഡ്രസ് അല്ലെ, പട്ടുനൂലുകൾ നമുക്ക് ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പട്ട് വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നത്, നെയ്തെടുക്കുന്നത്. സെറ്റ് അല്ലേടാ? യെസ്, ഇനി ഇതാ ഒരു കാര്യം കൂടെ മിസ് പറയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, നാച്ചുറൽ ആയിട്ട് അല്ലെ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ലേ. അപ്പൊ ഇതൊന്നും അല്ലാതെ നിങ്ങൾ പോളിസ്റ്ററിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ ചില ഡ്രസ്സുകൾ പറയാറില്ലേ, പോളിസ്റ്റർ ആണ് അത് എന്ന് പറയാറില്ലേ. അപ്പൊ ഈ പോളിസ്റ്ററും അതേപോലെ കൃത്രിമ പട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെ, മാൻ മെയ്ഡ് ആണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇതാ വസ്ത്രത്തിന്റെ കാര്യം സെറ്റായി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയല്ല അല്ലെ, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.